ഹലോ കുട്ടീസ്, ഞങ്ങളുടെ ഈ വർഷത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ഈ ഒരു നൂഡിൽസിൽ നിന്ന് തുടങ്ങുകയാണ് കേട്ടോ. ഫുഡ് കഴിച്ച് നേരെ പോയത് കാരാപ്പുഴ ഡാമിലേക്കാണ്. അവിടെ നിന്നുള്ള വിശദമായിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടി വീഡിയോസാണ് കേട്ടോ. പിന്നെ പാർക്കിൽ നിന്ന് നേരെ പോയത് ഫുഡ് ബേ റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. ബത്തേരി റോഡിലുള്ള ഫുഡ് ബേ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ ഊണ്. അപ്പോൾ മുടിയൊക്കെ പുട്ട് ചെയ്തത് ജസ്റ്റ് ഒരു പട്ടി ഷോ ഒക്കെ കാണിച്ച് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. കൂടെ കട്ടയ്ക്കിതേ എൻ്റെ ചോട്ടാ ഭീമും ഉണ്ട് കേട്ടോ. ഞങ്ങളും ഭയങ്കരമായിട്ട് പോസ് ചെയ്തിരുന്നുണ്ട്. രണ്ടുപേരും ഇവിടെ ഇരുന്ന് ഭയങ്കര പുലങ്കൂഷമായിട്ടുള്ള ചർച്ചയിലും ചിന്തയിലും ഒക്കെയാണ്. എന്താണാവും. അപ്പം ഞാനും ഹസ്ബൻഡും വെജ് മീൽസാണ് പറഞ്ഞത്. അപ്പം ഇതൊക്കെയാണ് വെജ് മീൽസിലെ ഐറ്റംസ് കേട്ടോ. സേമിയാണേ പായസം, പിന്നെ ചോറ് മട്ടരി ചോറാണേ, പിന്നെ ഇത് മീൻകറിയാണ്, പിന്നെ സാമ്പാറും. പിന്നെ കുട്ടീസ് നെയ്ച്ചോറും കടായി ചിക്കനുമാണ് പറഞ്ഞത്. അപ്പോൾ അവരത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ നമ്മുടെ വെജ് മീൽസിൻ്റെ കൂടെ നത്തോലി ഫ്രൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം സെറ്റാക്കി ഊണ് കഴിക്കുകയാണേ. ഊണ് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫാമിലീസ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഫുഡ് ബേ റെസ്റ്റോറൻറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി നേരെ റിസോർട്ടിലേക്ക് പോവുകയാണ് ഫാമിലീസ് എല്ലാവരെയും കൂട്ടിയിട്ട്. ഇതാണ് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറീൻ്റെ കേക്ക്. നമ്മുടെ സുമേഷ് ബ്രോ ആണ് ഈ ഒരു കേക്ക് സെറ്റാക്കിയത് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പം കേക്ക് കട്ടിങ് തുടങ്ങി കേട്ടോ. കേക്ക് കട്ടിങ് ആയിരുന്നു ഫസ്റ്റ്. അതിനുശേഷം ഗ്രില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം കേക്ക് കട്ട് ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. കുട്ടീസൊക്കെ കേക്ക് കഴിപ്പിക്കുന്ന തിരക്കിലാട്ടോ. എല്ലാവരോടും കേക്ക് വാങ്ങിക്കഴിച്ച് അവർക്ക് തിരിച്ചു കൊടുക്കാൻ ഞാൻ മറന്നു. പിന്നെ ഓർമ്മിച്ചപ്പോഴാണ് ഞാൻ പിന്നെ എല്ലാവർക്കും കേക്ക് കൊടുക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ കൂട്ടടി നടക്കുമായിരുന്നു അവിടെ. അപ്പം കേക്ക് അങ്ങനെ വാങ്ങലും കൊടുക്കലും കഴിക്കലും ഒക്കെ ആയിട്ട് നമ്മൾ കേക്ക് കട്ടിങ് ഏകദേശം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിനിടയിൽ നമ്മുടെ ഈ ഒരു ഷൂട്ടൊക്കെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്ന വീഡിയോഗ്രാഫർമാരെയും കൂടെ കാണണ്ടേ, എന്നാലല്ലേ നമ്മുടെ ഈ ഒരു ഇതിനൊരു പൂർണ്ണത കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോഗ്രാഫർമാരെ കാണാം. പ്രമോദേട്ടനൊക്കെ മുന്നിൽ നിന്ന് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഫാമിലീസാണ്. ഇതവിടെ റിസോർട്ടിലുണ്ടായത് വടകരക്കാരാണ് കേട്ടോ. അപ്പോൾ അവരെയും കൂടെ നമ്മുടെ ഒരു ഫംഗ്ഷനിൽ ജോയിൻ ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കാം. അപ്പം നമ്മൾ 2 വീഡിയോസും കൂടെ ഇട്ടതുകൊണ്ടാണ് കുറച്ചുകൂടി ക്ലോസ് ആയിട്ടുള്ള വീഡിയോസും അല്ലാത്ത വീഡിയോസും അങ്ങനെ വന്നത് കേട്ടോ. അതിനിടയിൽ ഏടത്തിയമ്മമാരും ഏട്ടന്മാരൊക്കെ അവിടെ ഗ്രില്ല് ചെയ്യാനുള്ള സെറ്റപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഗ്രില്ലിങ് സ്റ്റാർട്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഗ്രില്ല് ചെയ്യുമ്പോൾ 2 കാര്യമുണ്ട്. കാരണം നല്ല തണുപ്പാണ്. തണുപ്പ് മാറിക്കിട്ടും, ചിക്കൻ ഗ്രില്ലായും കിട്ടും. അതിനിടയിൽ ഒരാളിവിടെ DJ ഒക്കെ വെച്ചപ്പോൾ ആ ഒരു വൈബിൽ കണ്ണടയൊക്കെ വെച്ച് തുള്ളുന്നുണ്ട് കേട്ടോ. എൻ്റെ കുട്ടിക്കുറുമ്പനാണേ അത്. കുട്ടിക്കുറുമ്പൻ ഇടയ്ക്ക് പോയി നിഗുന ഒന്ന് തൊട്ട് തലോടി വരുന്നുമുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ സഞ്ജീവനി റിസോർട്ടിൻ്റെ നൈറ്റ് വ്യൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനിടയിൽ അതും കൂടെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് മാറി നിന്നതാണേ. നല്ല പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് സഞ്ജീവനീൻ്റെ ബോർഡ്. നല്ല പീസ്ഫുള്ളായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണേ. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഫാമിലി ആയിട്ട് ഇങ്ങനെ ഗ്രില്ലൊക്കെ ചെയ്ത് നമുക്ക് വൈബാക്കാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയറാണ്. ഇതിൽ എൻ്റെ മക്കൾക്ക് ഏറ്റവും കാര്യം ഇങ്ങോട്ട് വരാനുള്ള ഏറ്റവും വലിയ താല്പര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കാണുന്ന ഈ ഒരു പൂളാണ് കേട്ടോ. കഴിഞ്ഞ വർഷം വന്നപ്പം തന്നെ അവർ ആദ്യം ഉറപ്പിച്ചിട്ടുണ്ട് അടുത്ത വർഷം ഇങ്ങോട്ട് വന്നേ പറ്റൂ, കാരണം ഞങ്ങൾക്ക് ഈ ഒരു പൂൾ എന്നുള്ള കാര്യങ്ങളും കളിയും ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഈ വർഷവും വീണ്ടും സഞ്ജീവനിയിലേക്ക് തന്നെ വന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലീസ് കേട്ടോ. നമ്മുടെ വയനാട്ടിലെ കുറേ ഫാമിലീസ് ഉണ്ട്. അവരും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആൾക്കാരാണ്. അപ്പം എല്ലാവരും കൂടെ ഒരു കൂടിച്ചേരലും ആവും. കണ്ടോ, 3 പേരും തകർത്താടുന്നുണ്ട്. അവർക്ക് കമ്പനിക്ക് ഞാനും കാത്തും ഉണ്ണിക്കുട്ടനും ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ DJ ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ
ഇത് ഉണ്ണിക്കുട്ടൻ നല്ല അടിപൊളി സ്വിമ്മറാണ് കേട്ടോ. ആൾ പുലിയാണ്. ആളിതാ അടിപൊളിയായിട്ട് നീന്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുട്ടീസിനടുത്ത് പോയി അവരോട് ഓരോ കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. ധ്രുവ് ഇടയ്ക്കിടയ്ക്ക് ഓരോ പരാതിയും കൊണ്ട് വരുന്നുണ്ട്. ചേച്ചി വെള്ളം തെറിപ്പിച്ചു, അത് ചെയ്തു, ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതാ ഈ ഒരു പൂളിൻ്റെ വ്യൂ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങൾ കാണാം. റിസോർട്ടിൻ്റെ ഇതൊരു നടപ്പാതയാണ് കേട്ടോ. നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കോട്ടേജിലേക്കുള്ള നടപ്പാതയാണ് കേട്ടോ. ഇതൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു നൈറ്റ് വൈബ്, നല്ല സൂപ്പറാണ് കേട്ടോ. ഈ ഒരു നൈറ്റ് വൈബ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒരുവിധം മനസ്സിലാവുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടും കൂടുതൽ വന്ന് അനുഭവിച്ചറിയണം കേട്ടോ. അപ്പോൾ നമ്മളെ ഗ്രില്ലിംഗ് ഒക്കെ ഇവിടെ ഏകദേശം സെറ്റായിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല തണുപ്പായതുകൊണ്ട് തീക്കായലും ഗ്രില്ലിങ്ങും എല്ലാം കൂടിയാണ് കേട്ടോ. നമ്മുടെ ഡൈനിങ് ഏരിയ ഒക്കെ സെറ്റാക്കി ഫുഡിനി നമ്മൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജിഷേച്ചി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ ഫുഡ് വരാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കിത് ഇതൊക്കെയാണ് നമ്മുടെ ഫാമിലീസ് കേട്ടോ. നമ്മുടെ വയനാടൻ ഫാമിലീസാണ് ഇതൊക്കെ. ഇവരാണ് നമ്മളെ പിന്നെയും വയനാട്ടിലേക്ക് പോകാനുള്ള ആ ഒരു പ്രചോദനം. പിന്നെ ലേറ്റ് നൈറ്റായി, എല്ലാവരും തിരിച്ചു പോയി. ഞങ്ങളും റിസോർട്ടും മാത്രമാണ്. അപ്പം മേലെ കയറിയപ്പം അതിൻ്റെ ഒരു നൈറ്റ് വ്യൂ എടുത്തതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. താങ്ക് യു.